കേരള രാഷ്ട്രീയത്തെ ആകെ ഉലച്ച മാസപ്പടി കേസിൽ ഇപ്പോൾ പുറത്തുവരുന്നത് അത്യന്തം നാടകീയമായ വഴിത്തിരിവുകളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ കേന്ദ്ര ഏജൻസികൾ ബോധപൂർവം രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായി ഉയരുന്നത്. LDFും BJPയും തമ്മിൽ അണിയറയിൽ വൻ ഒത്തുകളി നടക്കുന്നു എന്ന ആരോപണങ്ങൾ കടിവരയിടുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വീണ വിജയനെതിരെയുള്ള അന്വേഷണം പൂർണ്ണമായും നിശ്ചലമായ ഒരു മട്ടിലാണ്. തുടക്കത്തിൽ വൻ ആവേശത്തോടെയും പടപ്പുറപ്പാടോടെയും എത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED ഇപ്പോൾ പെട്ടെന്ന് പിന്നോട്ട് വലിഞ്ഞതിന് പിന്നിൽ വൻ അട്ടിമറിയുണ്ട് എന്നാണ് സൂചന. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ടായിട്ടും കേന്ദ്ര ഏജൻസികൾ തമ്മിൽ ഒത്തുകളിച്ച് അന്വേഷണം ബോധപൂർവം വൈകിപ്പിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാകുകയാണ്. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളടങ്ങിയ 134 പേജുള്ള SFIO റിപ്പോർട്ട് EDക്ക് കൈമാറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. 10 ദിവസത്തിനകം ഈ രേഖകൾ കൈമാറണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടും കേന്ദ്ര ഏജൻസിയായ SFIO കാണിക്കുന്ന ഈ മെല്ലെപ്പോക്ക് വീണയെ രക്ഷിക്കാനുള്ള കൃത്യമായ തിരക്കഥയുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ നാടകീയ നീക്കങ്ങൾക്കിടയിലാണ് അന്വേഷണ ഏജൻസികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം വീണ വിജയന്റെ ബാങ്ക് ലോക്കർ പരിശോധിച്ച ED ഉദ്യോഗസ്ഥർക്ക് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. പരിശോധനയിൽ ലോക്കർ പൂർണ്ണമായും ശൂന്യമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അതീവ രഹസ്യമായി നടക്കേണ്ട ഈ പരിശോധനയുടെ വിവരങ്ങൾ മുൻകൂട്ടി ചോർന്നോ എന്ന സംശയമാണ് ഇതോടെ ബലപ്പെടുന്നത്. പരിശോധനയ്ക്ക് തൊട്ടു മുൻപ് ലോക്കറിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ രേഖകളും സമ്പത്തും മാറ്റാൻ വീണയ്ക്ക് കഴിഞ്ഞത് ആരുടെ സഹായത്തോടെയാണ് എന്ന ചോദ്യം ഉയരുന്നു. കേന്ദ്ര ഏജൻസികൾക്കിടയിൽ തന്നെയുള്ള ആരെങ്കിലും ഈ വിവരം മുൻകൂട്ടി ചോർത്തി നൽകിയോ അതോ കേന്ദ്ര ഭരണകൂടം നേരിട്ട് നൽകിയ നിർദ്ദേശപ്രകാരമാണോ ഈ ഒത്തുകളി എന്നറിയില്ല. മാസപ്പടി കേസിലെ പ്രധാന തെളിവുകൾ ഇല്ലാതാക്കാനും അന്വേഷണം അട്ടിമറിക്കാനും കേന്ദ്ര ഏജൻസികൾ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. CMRL കമ്പനിയിൽ നിന്നും ഒരു സേവനവും നൽകാതെ 2,78,00,000 രൂപ വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയെന്നതായിരുന്നു കേസ്. തുടക്കത്തിൽ വീണയുടെ അറസ്റ്റ് വരെ ഉണ്ടായേക്കാം എന്ന തരത്തിലായിരുന്നു EDയുടെ നീക്കങ്ങൾ. എന്നാൽ പെട്ടെന്നാണ് EDയുടെ വേഗത കുറഞ്ഞത്. കേരളത്തിൽ ഭരണം മാറിയിട്ടും VD സതീശൻ മുഖ്യമന്ത്രിയായ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലും പഴയ ഭരണ നേതൃത്വത്തെ സംരക്ഷിക്കാൻ കേന്ദ്രത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. പുതിയ സർക്കാരിൻ്റെ കാലത്തും പഴയ കേസിലെ പ്രതികളെ കേന്ദ്ര ഏജൻസികളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് പകരമായി രാഷ്ട്രീയമായ ചില വിട്ടുവീഴ്ചകൾ കണിയറയിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്ന ചോദ്യം ശക്തമാണ്. കോടതിയുടെ കർശനമായ ഇടപെടലുകൾ ഉണ്ടായിട്ടും കേന്ദ്ര ഏജൻസികൾ കാണിക്കുന്ന ഈ ഒളിച്ചുകളി നീതിന്യായ വ്യവസ്ഥയെപ്പോലും വെല്ലുവിളിക്കുന്നതാണ്. ഈ വമ്പൻ അട്ടിമറിക്ക് പിന്നിലെ കറുത്ത കൈകൾ ആരുടേതാണ് എന്ന ചോദ്യം ഉയരുന്നു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വീണ വിജയനെ രക്ഷിച്ചെടുക്കാനുള്ള ഈ നീക്കം അത് വിജയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.